അടുത്ത ആഴ്ച മതി, അത് മതി. അത് പുസ്തകം ചോടെ പോയിട്ട് ഒന്ന് ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഇനി അവിടെ പോയിട്ട് അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങളും ഞങ്ങള് വെള്ളവസ്ത്രമൊക്കെ ധരിച്ചില്ലയോ വരുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ പാസ്റ്ററെ പോലൊക്കെ ഒന്ന് വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് വരികയാണെങ്കിൽ നല്ലതാണെന്നൊരു അഭിപ്രായം. ഉപദേശമല്ല, നമ്മൾ ഇരിക്കുമ്പോണ്ടല്ലോ അതിനൊരു എന്തുവാ ഒരു ശേലുണ്ടല്ലോ. അപ്പം അത് നന്നായിരിക്കുമെന്ന് എൻ്റെ അഭിപ്രായം. ഒരു വെള്ള ഷർട്ടും വെള്ള ഷാളും ഒക്കെ ഇട്ടിരുന്ന നല്ലതാ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, വെള്ള വസ്ത്രം ഉണ്ടെങ്കിൽ നമ്മളത് ഉപദേശമല്ല, ഉപദേശം എന്നാലും പറയുന്നത് ഒരു യോഗ്യമായിട്ട് ഇരിക്കത്തക്ക വിധത്തിൽ അപ്പം അത് ചെയ്യാന്നേ വലിയ നന്നായിരിക്കും. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, എനിക്കും നിങ്ങൾക്കും ഒരു നല്ല കളറില്ല. അപ്പം നമുക്ക് വെള്ളയും കൂടെ ധരിക്കുമ്പോൾ ഒരു എടുപ്പ് വരട്ടെ. സ്തോത്രം. എനിക്കും കളർ അത്ര നല്ലതല്ല, നിങ്ങളിൽ ചിലർക്കും എന്നെ പോലെ തന്നെ. അപ്പം പിന്നെ തന്നെയല്ല, വേദപുസ്തകത്തിലെ വാക്യങ്ങളും വെള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നല്ലതായിരിക്കും. ഉപദേശമല്ല, നമുക്ക് യോഗ്യമായി ചെയ്യാൻ വേണ്ടി. അപ്പം ഇത് പറഞ്ഞെന്നോർത്ത് അടുത്ത ആഴ്ച വരാതെ ഇരിക്കരുത്. താൻ തന്നെ വെള്ളയിട്ടുണ്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ ഇനിയും അങ്ങനെ ചിന്തിക്കരുത്. നല്ല രീതിയിൽ ചിന്തിക്കുക. അതെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. വായിച്ചാട്ടെ ദൈവദാസി. യഹോവ തന്റെ അഭിഷക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവന് ജാതികളെ കീഴടക്കി, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഈ വാക്യം പല ഭാഗമായിട്ട് തരം തിരിച്ചാണ് പ്രസംഗിക്കേണ്ടത്. അപ്പൊ അത് ഇന്ന് മുതിരുന്നില്ല. അതിലെ ഒരു പ്രയോഗമാണ് ഒന്നെടുക്കുന്നത്. കോരേശിന്റെ വലങ്കൈക്ക് ദൈവം പിടിച്ചു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സർവജ്ഞനായ ദൈവം തന്റെ ജനത്തിന്റെ കൈക്ക് പിടിക്കും. ഇന്ന് രാത്രിയിലും അവിടുന്ന് ഓരോരുത്തരുടെ കരത്തെ പിടിക്കട്ടെ. ഇതിന്റെ പശ്ചാത്തല ഭാഗം വേദപുസ്തക ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ഈ ഭാഗമൊക്കെ ഞാൻ പറഞ്ഞ അത്ര ഒക്കത്തില്ല. അത് പ്രവചന വിഷയം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. സാറപ്പച്ചൻ ഈ വിഷയമൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുമായിരുന്നു. കെ എബ്രഹാം അവർകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ കൊച്ചുകുഞ്ഞു സന്യാസിയുമായിട്ട് ഈ ദേശത്ത് വന്ന് ഇവിടെ ഈ കൂടാരപ്പള്ളി വന്ന് ദീർഘദിവസങ്ങൾ പ്രാർത്ഥിച്ചു. പാസ്റ്റർ പോള് CPM, അന്ന് CPM, പിന്നീട് അത് TPM, ആ സഭയുടെ സ്ഥാപകൻ പാസ്റ്റർ പോൾ അവർകൾ, അദ്ദേഹവും സാറപ്പച്ചനും കൊച്ചുകുഞ്ഞു സന്യാസിയും കൂടെ ഇവിടെ വന്ന് യോഗങ്ങൾ നടത്തി ദൈവത്തെ അക്കാലത്ത് മഹത്വപ്പെടുത്തി. അപ്പോൾ കെ എബ്രഹാം അവർകൾ, സാർ അവർകൾ ഈ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്യുമായിരുന്നു. പഴയ ആൾക്കാർ പറഞ്ഞേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ബഹുമാനപ്പെട്ട മൺമറഞ്ഞ കെ എബ്രഹാം അവർകളെ കണ്ടിട്ടില്ല. ചില പുസ്തകത്തിലും പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ അസംബ്ലീസ് റോഡിൽ വളരെ ശക്തനായ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, PN സക്കറിയാസ. അദ്ദേഹത്തിന് ഇതെല്ലാം വളരെ തിട്ടമാണ്. അവരൊക്കെ ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യും, ഇങ്ങനെയുള്ള വിഷയങ്ങൾ. ഇപ്പോഴും ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന കർത്തദാസന്മാരിൽ പലരുണ്ട്. ഞാൻ എല്ലാവരുടെയും പ്രസംഗം ഒന്നും അധികം കേട്ടിട്ടില്ലെങ്കിലും എൻ്റെ കേൾവിക്കനുസരിച്ച പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം അവർകൾ ഈ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്യും.
സ്തോത്രം. അപ്പൊ അവര് അത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കൈവെക്കുന്നില്ല. സ്തോത്രം. ഓരോരുത്തരെ ഏൽപ്പിച്ച ശുശ്രൂഷകളും രീതികളും ഉണ്ട്. എന്തായാലും ഈ കോരേശ് വേദപുസ്തകത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു യഹൂദനല്ല, ഒരു ദൈവവൈതലല്ല. പക്ഷെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് കോരേശ് എന്റെ ഇടയനാണ്. അദ്ദേഹത്തെ പറ്റി വായിക്കുന്ന പാർസി രാജാവാണ്. ലോകത്തിലെ 4 വമ്പൻ സാമ്രാജ്യങ്ങളാണ് നമുക്കറിയാം. 1 ബാബിലോണിയ സാമ്രാജ്യം, 2 മേദ്യ പേർഷ്യ സാമ്രാജ്യം, 3 ഗ്രീക്ക് സാമ്രാജ്യം, 4 റോമൻ സാമ്രാജ്യം. അത് 4ഉം അമ്പെ പരാജയപ്പെട്ടു. ദാനിയേൽ പ്രവചനത്തിലെ സ്വപ്ന ദർശനം അതിന്റെ വ്യാഖ്യാനം നടത്തുമ്പോൾ ഇപ്പോൾ ഇരുമ്പും കളിമണ്ണുമാണ്, തമ്മിൽ യാതൊരു യോജിപ്പും ഇല്ല. ഈ പാർട്ടിയിൽ നിന്ന് എടുത്ത് ചാടി അപ്പുറത്തെ പാട്ട്, ഇരുമ്പ് ഇവിടെ നിന്ന് എടുത്ത് ചാടി കളിമണ്ണിന്റെ കൂടെ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോ കളിമണ്ണിൽ നിന്ന് എടുത്ത് ചാടി, അപ്പൊ ഇടത്തിന്ന് വലത്തോട്ട് ചാടി, വലത്തിന്ന് ഇടത്തോട്ട് ചാടി, വലത്തിന്ന് ഇടത്തിന്നും വേറെ സ്ഥലത്തോട്ട് ചാടി. ഞാൻ വ്യാഖ്യാനിക്കണ്ടല്ലോ, ഒന്നും യോജിക്കുന്നില്ല. അതായിപ്പോ ജനായത്ത ഭരണം. ഒരു പാർട്ടിക്കാരെയും ഒരു അനുയായികളെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാ അവരുടെ കുഴപ്പമല്ല, പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഇരുമ്പും കളിമണ്ണും തമ്മിൽ യോജിക്കത്തില്ല. അങ്ങനെ യോജിക്കാത്ത ഈ കാലഘട്ടത്തിലാണ് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരുന്നത്. സൈമൺ സാറ് ഇതിനെപ്പറ്റി എഴുതിയ ഒരു പാട്ടുണ്ട്, അത് മൊത്തം പാടാൻ ഒക്കത്തില്ല. 5ാമതൊരു സാമ്രാജ്യം ഉണ്ടാകും, അത് യേശുവിന്റെ സാമ്രാജ്യം. ലോകരാജാക്കളിൻ കാലത്തു ദൈവം ഭൂവിൽ പരത്തുന്ന നിത്യരാജത്വം. ലോകരാജാക്കളിൻ കാലത്തു ദൈവം ഭൂവിൽ പരത്തുന്ന നിത്യരാജത്വം. അന്യജാതിക്കങ്ങു കൈവിടാത്ത ഉന്നതന്റെ നന്ദനർക്ക് തന്നെയാണിതെന്നും ഓർക്ക. 5ാം രാജിതം ഉണ്ടാമേ, പരമഞ്ചാം രാജിതം ഉണ്ടാമേ. അതെ, അപ്പോൾ ലോകത്തിലെ 2ാമത്തെ മഹാസാമ്രാജ്യമാണ് മധ്യ പേർഷ്യ സാമ്രാജ്യം. ബാബിലോൺ സാമ്രാജ്യം തകർന്നു. സ്തോത്രം. അതിനുശേഷമായിട്ട് മധ്യ പേർഷ്യ സാമ്രാജ്യം. അതിലെ പാർസി രാജാവായിരുന്നു കോരേശ്. ഈ കോരേശ് ജനിക്കുന്നതിന് ഏതാണ്ട് 136 വർഷം മുമ്പ് പ്രവചിച്ചു കോരേശ് ജനിക്കുമെന്നും അവൻ ഇന്ന കാര്യം ചെയ്യുമെന്നൊക്കെ ദൈവാത്മാവിൽ യെശയ്യാവ് പ്രവചിച്ചു. ഏതാണ്ട് BC 710 ഈ പ്രവചനം നടക്കുന്നത്. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിലെ ഈ വിഷയം നിറവേറുന്നത് BC 536. ഈ സംഭവം നടക്കുമ്പോൾ കോരേശിന് ഏതാണ്ട് 40 വയസ്സ് പ്രായമുണ്ട്. ഏതാണ്ട് 40 വയസ്സ്. അപ്പോൾ ഏതാണ്ട് മൊത്തം കണക്ക് കൂട്ടുമ്പോൾ കോരേശ് ജനിക്കുന്നതിന് ഒരു 136 വർഷം മുമ്പ് പ്രവചനം നടത്തിയത്. ഇതുപോലെ ഒരുവൻ ജനിക്കുമെന്നും അവൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്നുമൊക്കെ പ്രവചിച്ചു. കാരണം യെശയ്യാ പ്രവചനത്തിൽ വാക്യമുണ്ട്, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാ ദൈവം. സ്തോത്രം. പൂർവകാലത്ത് സംഭവിക്കുന്നത്. സ്തോത്രം. ഇതെല്ലാം ദൈവം അറിഞ്ഞിരിക്കുക. അതെ, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഈ കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. വിശ്വാസിയുടെ മനസ്സ് ഉണർന്നില്ലെങ്കിൽ അവിശ്വാസിയുടെ മനസ്സിനെ ദൈവം ഉണർത്തി. ആരാധിക്കുന്ന നിന്റെ മനസ്സ് ഉണർന്നില്ലെങ്കിൽ ആരാധിക്കാത്തവന്റെ മനസ്സിനെ ദൈവം ഉണർത്തും. ദൈവത്തെ വിശ്വസിക്കുന്നെന്ന് പറയുന്ന നിന്റെ മനസ്സ് ഉണർന്നില്ലെങ്കിൽ നിരീശ്വരവാദികളുടെ മനസ്സിനെ ദൈവം ഉണർത്തും. ദൈവം വിശ്വസ്തനാണ്.
അതുകൊണ്ട് ഞാനില്ലെങ്കിലൊന്നും നടക്കത്തില്ലെന്നും പറഞ്ഞിരുന്നാൽ നീ നടക്കുകയിലൊടുവിൽ കാര്യമൊന്നും നടക്കും. ഞാനില്ലെങ്കിലൊന്നും നടക്കുകയില്ല. അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തിന് ഒത്തിരി വഴികളുണ്ട്. കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തിച്ചവൻ തീർപ്പ് കൽപ്പിച്ചു. ഇസ്രായേല് അല്ലെങ്കിൽ യഹൂദന്മാര് ദൈവജനം ആലയം പണിക്ക് കൽപ്പന തീർപ്പ് കൽപ്പിച്ചു. ഞാൻ എല്ലാ വാക്യം ഒടിപ്പിക്കുന്നില്ല. ദൈവാലയം വക സകല ഉപകരണങ്ങളും കോരേശ് പുറത്തെടുപ്പിച്ചു. നെബൂഖദ്നേസർ രാജാവ് വന്ന് യെരൂശലേം നിരോധിച്ച് എല്ലാം പിടിച്ചോണ്ട് പോയിരിക്കും. ദൈവാലയം വക ഉപകരണങ്ങളെല്ലാം അവൻ കൊണ്ട് അവന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ശിനാർദേശത്ത് ദേവന്റെ ക്ഷേത്രത്തിനകത്ത് കൊണ്ട് വെച്ചു. കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി വെച്ച് പറഞ്ഞ് മുഴുവൻ വെളിയിലിറക്കാൻ പറഞ്ഞു. ദൈവാലയം വക സാധനമെല്ലാം പുറത്തെടുക്കാൻ പറഞ്ഞു. എന്റെ കണക്കൊക്കെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. പൊന്നും വെള്ളിയും തന്നെ. നിങ്ങൾ ഒരു വാക്യം വായിച്ച് എന്തും വേണ്ട സാധന വെളിയിലോട്ട് കൊണ്ടുവന്നു. യെസ്രായുടെ പുസ്തകം എടുത്ത് കണ്ട 5400 ഉപകരണങ്ങൾ വെളിയിലെടുപ്പിച്ചിരുന്നു. അതിന്റെ 7-ാം വാക്യം വായിച്ച് 1:7. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു. മുഴുവൻ സാധനവും പുറത്തെടുപ്പിച്ചു. മേൽവിചാരകനാകുന്ന ശേഷ്ബസറിനോട് കയ്യിലോട്ട് ഏൽപ്പിച്ചു. അതിന്റെ കണക്കെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 5400 ഉപകരണങ്ങൾ. 11-ാം വാക്യം. പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. 5400 ഉപകരണങ്ങൾ മൊത്തം പുറത്തെടുപ്പിച്ചു. അതിന്റെ കണക്കെല്ലാം മേളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം മുഴുവൻ. അതിന്റെ 8-ാം വാക്യം വായിച്ചു. പാർസി രാജാവായ കോരശ് ഭണ്ഡാര വിചാരകനായ മിത്രോദാത്ത് മുഖാന്തരം അവ പുറത്തേക്ക് എടുപ്പിച്ചു. മുഴുവൻ സാധനം പുറത്തെടുപ്പിച്ചു. അടുത്തത് യഹൂദ പ്രഭുവായ ശേഷ്ബസരിന് എണ്ണി കൊടുപ്പിച്ചു. അവളുടെ അവയുടെ എണ്ണ കൃത്യം കണക്കെടുത്ത്. അടുത്തത് പൊൻതാലം 30 പൊൻതാലം. വെള്ളിത്താലം 1000. കത്തി 209. കത്തി 209. 29. കത്തിയാ വായിച്ചോ. കത്തി 29. പൊൻപാത്രം 30. 2-ാം തരത്തിൽ വെള്ളിപ്പാത്രം 410. മറ്റുള്ള ഉപകരണങ്ങൾ 1000. മൊത്തം 5400 സാകലയൊന്നും പുറത്തടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവും അവന്റെ അനുയായികളും ഇനി ആയുസിൽ ഈ പാത്രം വെളിയിൽ വരുത്തുകയാണെന്ന് പറഞ്ഞ് അകത്തിട്ട് പൂട്ടിയത്. എന്നാൽ തമ്പുരാൻ കോരേശിന്റെ മനസ്സിനെ ഉണർത്തിച്ച് മുഴുവനെണ്ണം വെളിയിൽ ചാടിച്ചു. നീ വെട്ടം കാണത്തില്ല, പുറത്തിറങ്ങത്തില്ല, ഇനി ഒന്നും നടക്കത്തില്ല, നടത്തിക്കുകയില്ല, മുൻപോട്ട് പോകത്തില്ലെന്ന് ശത്രു വിധി എഴുതുമ്പോൾ ദൈവം തമ്പുരാൻ പറയും, എനിക്ക് ആവശ്യമുള്ളതിനെല്ലാം ഞാൻ പുറത്തിറക്കും. അതിനാ ദൈവം കോരേശിനെ വലങ്കയ്ക്ക് പിടിച്ചു. ഞാൻ ഈ വിഷയം പിന്നീട് ഒരിക്കലെ ദൈവം അനുവദിക്കാന്ന് നമുക്ക് നന്നായിട്ട് ചിന്തിക്കാം. വലങ്കയ്ക്ക് പിടിക്കുന്ന ദൈവം ഇവിടെ വലങ്കയ്ക്ക് പിടിച്ചത് വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി വലങ്കയ്ക്ക് പിടിച്ചതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് പറയാം, അവൻ നിന്നോടും നിന്റെ കുടുംബത്തോടും നിന്റെ തലമുറയോടും പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ നിന്റെ വലങ്കയ്ക്ക് ദൈവം പിടിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വലങ്കയ്ക്ക് പിടിക്കുന്ന ഒരു ദൈവം. ഞാന് പ്രസംഗിച്ചാൽ അങ്ങ് പ്രസംഗിച്ചു പോകും. നിങ്ങൾ ചിലപ്പോൾ ഇരുന്നും തന്നെന്ന് വരും. സ്തോത്രം. വലങ്കയ്ക്ക് പിടിക്കുന്ന ദൈവം. ഇതുപോലൊരിക്കൽ ആന്റെ വലങ്കയ്ക്ക് പിടിച്ചു ലോത്തിനെ കുടുംബത്തെ. ആ 19-ാം അധ്യായത്തിന്റെ
16-ാമത്തെ വാക്യം വായിച്ചേ. 19:16. പെട്ടെന്ന് വായിക്കണം, നമുക്ക് പോകേണ്ടതാണ്. 19:16. യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി. അങ്ങനുണ്ട്. 4 എണ്ണത്തിന്റെ കൈക്ക് 2 എണ്ണം കയറി പിടിക്കുക. കാരണം ലോത്തിന്റെ വീട്ടിൽ 2 പേരെ വന്നുള്ളൂ. അബ്രഹാമിന്റെ വീട്ടിൽ 3 പേര് ചെന്നു. അബ്രഹാം തലവെക്കുമ്പോൾ 3 പുരുഷന്മാരെ കണ്ടെന്ന. സന്ധ്യക്ക് ലോത്തിന്റെ വീട്ടിൽ 2 പേര്. വേദപാഠിതാക്കൾ പറഞ്ഞത് ദൈവം അങ്ങോട്ട് പോയില്ലെന്ന് ദൂതനോട് പറഞ്ഞപ്പോ കടം പറഞ്ഞു. അതിനെ അത്ര ശരിയല്ല. അവിടെ ദൂതനോട് പറഞ്ഞ് അങ്ങോട്ട് പോകാം. ഈ 2 ദൂതന്മാര് ലോത്തിന്റെ വീട്ടിൽ വന്നു. വൈകുന്നേരത്ത് വന്നതാ. വന്ന കാര്യം അവര് പറഞ്ഞു, തീ ഇറക്കാൻ പോവാ. ഇയാൾ എന്ത് ചെയ്താ പോവുകയില്ല. വൈകുന്നേരത്ത് വന്നു. അന്നേരം പറഞ്ഞു ഇന്ന് വൈകിട്ട് തന്തൂരി അടിക്കാന്ന്. എന്നാ വൈകുന്നേരത്ത് ഊതം വന്ന് തീ ഇറക്കാൻ പോവാന്ന് പറഞ്ഞ ഓടി രക്ഷപ്പെടണ്ടേ. പുള്ളി പിന്നെയും തന്തൂരി അടിക്കാൻ പറഞ്ഞു. നമുക്ക് കരിയുണ്ടോ എന്ന് ചോദിച്ചു. അടുപ്പ് കൂട്ടി മിറ്റത്ത് തന്തൂരി. അന്നേരം സ്വർഗം പറഞ്ഞു, തന്തൂരി അടിച്ചുകൊണ്ടിരിക്കുമ്പം നിന്നെ എല്ലാം തന്തൂരി ആക്കാനാ മേളിന്ന് തീ വരാൻ പോകുന്നത്. ഇത് വിഡ്ഢികൾക്ക് പിടി കിട്ടുന്നില്ല. അവസാനം സന്ധ്യയായി, പോകാൻ താല്പര്യമില്ല. വീട്ടിൽ പോയി. രാത്രിയായി, എന്നിട്ടും പോകാൻ താല്പര്യമില്ല. അർദ്ധരാത്രിയായപ്പം വീട് വളഞ്ഞു. എന്നിട്ടും പുറകിൽ കൂടെ പോലും ഓടി രക്ഷപ്പെടാൻ താല്പര്യമില്ല. പാതിരാത്രിയായി, പോകാൻ താല്പര്യമില്ല. ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഉഷസാകുന്നു. എന്നിട്ടും പോകാൻ താല്പര്യമില്ല. അപ്പൊ ദൈവത്തിന് മനസ്സിലായി എന്ത് ചെയ്ത ഇയാളും പെമ്പിളും പിള്ളേരും പോകില്ല. അതിനാ ദൈവം അങ്ങ് കരുണ ചെയ്ത. എന്റെ എന്താ ആ തള്ളയുടെ കൈക്ക് ഒരു ദൂതൻ ഇടത്ത് കൈ കൊണ്ട് പിടിച്ചു, ലോത്തിന്റെ കൈക്ക് വലം കൈക്കും. അങ്ങനെ ഒരു ദൂതന്റെ തള്ളച്ചിയും ലോത്തിനെ കൂടെ പിടിച്ചു. അങ്ങനെ 2. മറ്റേ ദൂതൻ പെങ്കൊച്ചുങ്ങളെ മൂത്തവളെ കൈക്ക് പിടിച്ച് അരേച്ച് ഓടാൻ പാടാം. വലം കൈക്ക് ദൈവം പിടിക്കും. ഇവിടെ ലോത്തിനെ പിടിച്ചത് ന്യായവതികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നമ്മുടെ വലങ്കയ്ക്ക് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഈ വിഷയം പിന്നീടൊരിക്കെ നമുക്ക് ചിന്തിക്കാം. അടുത്ത വെള്ളിയാഴ്ചയും കർത്താവ് അനുവദിച്ചാലുണ്ടല്ലോ സമയമായി. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലോ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാനവധി വന്നിടിലോ എന്റെ കാത്തിടൂ, എൻ പ്രിയൻ പോറ്റിടൂ, എന്നാഥൻ നടത്തിടോ അന്ത്യം വരെ. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി പിൻപിൽ വൻവൈരി പിൻഗമിച്ചാൽ. മുൻപിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി പിൻപിൽ വൻവൈരി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കോ ജയാളിയാ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയാ. ഓ പാതരു
പതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ താഴ്ത്തതയാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടോ എൻ പ്രിയൻ പോറ്റിടോ എന്നാഥൻ നടത്തിടോ അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടോ എൻ പ്രിയൻ പോറ്റിടോ എന്നാഥൻ നടത്തിടോ അന്ത്യം വരെ. കരമുയർത്തി ദൈവത്തിന് മഹിത്വം കൊടുക്കാം. ആമേൻ. പ്രിയ രാജൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിലെ ഈ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കും. നമുക്ക് എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. വീണ്ടും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നല്ലൊരു വിശ്വസ്തനുമായ സ്വർഗീയ പിതാവേ, ഈ യോഗത്തിന്റെ ആരംഭം ഇതുവരെയും തിരുകൃപ